ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? നിങ്ങളുടെ ഓവറോൾ എനർജി എങ്ങനെയായിരിക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദ മൂൺ, ഏസ് ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സ്, 4 ഓഫ് വാൻഡ്സ്, 9 ഓഫ് വാൻഡ്സ് ബോട്ടം എനർജി വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഞാൻ എടുക്കേണ്ട ഡിസിഷൻ, എന്ത് ചോയ്സാണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനും അതിനെ തുടർന്ന് ഒരു മനോവിഷമവും ഒരു മനസ്സിനൊരു ഭാരവും ഉണ്ടാവാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. സോ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് ഇന്നർ വോയിസ് കേൾക്കാനായിട്ട് ശ്രമിക്കുക, റാദർ ദാൻ എക്സ്റ്റേണൽ അഡ്വൈസസ്. പുറത്തു നിന്നുള്ള വ്യക്തികളുടെ അഡ്വൈസസിനെക്കാട്ടിലും നിങ്ങളുടെ ഇന്നർ വോയിസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്ന വ്യക്തികൾ അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നിന്നുള്ള ഒരു ശരി തെറ്റുകളാണ് നിങ്ങളോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്ത് തരിക. അപ്പോൾ ഇവരുടെ ഒരു എനർജി നിങ്ങൾക്കൊരു മാനിപ്പുലേറ്റീവ് എനർജിയായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇന്നർ വോയിസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കാം എക്സ്റ്റേണലി വരുന്നത്. അതുകൊണ്ട് മറ്റൊരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസിൽ നിങ്ങൾ ഈ ഒരാഴ്ചയും കാര്യങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓൾസോ ഇവിടെ ചില വ്യക്തികൾക്കെങ്കിലും ഒരു മാരേജ് പ്രപ്പോസൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു മാരേജ് പ്രപ്പോസൽ നിങ്ങൾക്ക് വളരെയധികം മനസ്സിന് സന്തോഷം തരുന്ന, നിങ്ങളുടെ ഫ്യൂച്ചറുമായിട്ട് വളരെയധികം കണക്ട് ചെയ്ത് നിർത്തുന്ന പ്രപ്പോസലായിരിക്കും. ജോബ് അന്വേഷിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ തന്നെ മാറ്റി മറിച്ച് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജോബ് ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാകാനുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. ഓവറോൾ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണെങ്കിലും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടതായിട്ടുള്ള ഒരു റൈറ്റ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വീക്കായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഇന്നർ വോയിസുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഡിസിഷൻ എടുക്കാൻ പറയുന്നത്. കാരണം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഡിസിഷന് നിങ്ങളുടെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്.